നമ്മുടെ സുഖം എപ്പോഴും ഇപ്പോഴില്ല, നാളെയാണ് സുഖം. ഒരിക്കലും ആ മനുഷ്യന് സുഖം കണ്ടെത്താൻ പറ്റത്തില്ല ജീവിതത്തിൽ. അതുകൊണ്ടാണ് കളിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കത്തില്ല, ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാനും പറ്റത്തില്ല. ഇപ്പൊ ഒന്ന് മേഘ നന്നായിട്ടൊന്നും ചിരിച്ചു നോക്കുമല്ലോ, ചിരിക്കുന്ന സമയത്ത് ചിന്ത ഉണ്ടാവില്ല. ചിരി ഒരു മെഡിറ്റേഷനാണ്. വർത്തമാനകാലത്തില് ആ നൗവില് മാത്രം നടക്കുന്ന പ്രക്രിയയാണ് സെക്സ്. അതുകൊണ്ട് നമ്മൾ ടോട്ടലി സസ്പെൻഡഡ് ആണ് ഫ്രം തോട്ട്സ്. അതുകൊണ്ടാണ് ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ലിവ് ഇൻ ദ പ്രസന്റ്. അപ്പൊ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സേവ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വെക്കുക എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല. നമ്മള് ചൂരൽ മെല്ലുകൾ കണ്ടതല്ലേ, തലയണയിൽ അടിക്കുന്നത് 4 ലക്ഷം രൂപ, 4 ലക്ഷം. നമ്മുടെ ഡിപ്രഷന്റെ ഏറ്റവും വലിയ ലക്ഷണം കാണാൻ നമ്മുടെ വീടുകളുടെ ഷേപ്പിലേക്ക് നോക്കിയാണ്. അസൂയ കൊണ്ട് പറയുന്നതാണ്. ആ അസൂയ, ഈ അസൂയ എന്ന് പറയുന്ന സംഗതിയും ഇതാണ് നമ്മുടെ ഈ ഒരു വിഷാദത്തിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഈ തൃപ്തിയില്ലായ്മ റിലേഷൻഷിപ്പിനെയും ബാധിക്കാറില്ലേ? ഒരു റിലേഷൻഷിപ്പിൽ തൃപ്തി ഇല്ലാതെയാകുന്നു, അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, അവിടെയും അത് തന്നെ അവസ്ഥ. അത് തന്നെയല്ലേ? തൃപ്തിയില്ലാത്ത വ്യക്തികള് എത്ര റിലേഷൻഷിപ്പ് മാറിയാലും കാര്യമില്ല. അതെന്തുകൊണ്ടാണ് തേടി പോകുന്ന സന്തോഷം? സ്വയം സന്തോഷം കണ്ടെത്താൻ കഴിയാത്തോണ്ടാണോ? തീർച്ചയായിട്ടും. കാര്യം നിങ്ങൾക്ക് ഇപ്പം വെള്ളം ദാഹമുണ്ടെങ്കിൽ മാത്രമല്ല വെള്ളം തേടി പോവുള്ളൂ, ഇല്ലേ? നിങ്ങൾ ദാഹം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കൂ? ഇല്ലല്ലോ, ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷം തേടി പോകൂ? ഇല്ല. അപ്പോൾ സന്തോഷം തേടി പോകുന്നത് തന്നെ ഇപ്പം ഇന്നതിന് പോയാൽ എനിക്ക് ഇന്നടത്ത് വരെ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ പോകും. അവിടെ പോകുന്ന സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ എടുത്ത് പോകുന്നത് സാർ. പക്ഷേ കുറച്ച് പോകുന്നതിന് മുമ്പ് ആലോചിച്ച ഒരു രസം പലപ്പോഴും കാണാൻ പറ്റുന്നില്ല. അവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്നു, വീണ്ടും ആ വിഷയം അവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രണയ വിവാഹങ്ങളിൽ പ്രണയം ഒന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ഇപ്പം എല്ലാവരും പ്രണയത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ച്, അതെ, നാളെ വാലന്റൈൻസ് ഡേയും. പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനും സങ്കല്പിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ പലരും നേരിടുന്ന പ്രശ്നം ഈ ആദ്യകാലഘട്ടത്തിലേക്ക് കുറിച്ചുണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ സങ്കല്പത്തിൽ കണ്ട സുഖം ജീവിതത്തിൽ കിട്ടുന്നില്ല. പിന്നെ സങ്കല്പവും ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്ത് തുടങ്ങും. അപ്പൊ ഇത് തമ്മിൽ യാതൊരു മാച്ചും ഉണ്ടാവത്തില്ല. ഈ ആശയങ്ങളിലും സങ്കല്പങ്ങളിലും സുഖിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ മലയാളിയുടെ മനോരോഗമായി മാറിക്കഴിഞ്ഞു. അത് ഏത് ആസ്പെക്ട് എടുത്താലും, ഫുഡ് ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, ജോലി, എന്തിനാ പറയുന്ന രാഷ്ട്രീയം. ഇപ്പൊ നമ്മുടെ CPM ഒക്കെ എപ്പോഴും CPM വേണ്ട, നമ്മുടെ ഇപ്പൊ കുറെ യാത്രകൾ നടക്കില്ലേ, പുതുയുഗ യാത്ര, വികസന മുന്നേറ്റ യാത്ര, വികസിത കേരളം, 3 മുന്നണികളുടെ സംഗതിയാണ്. ഇതെല്ലാം നാളെയിലെ കേരളത്തെ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ തരാൻ പോകുന്ന കേരളത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കുറിച്ച് അവർ സംസാരിക്കത്തില്ല. കാര്യം എന്താ? നമ്മുടെ സുഖം എപ്പോഴും ഇപ്പോഴില്ല, നാളെയാണ് സുഖം. ഒരിക്കലും ആ മനുഷ്യന് സുഖം കണ്ടെത്താൻ പറ്റത്തില്ല ജീവിതത്തിൽ. നാളത്തേക്കോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ നമുക്ക് സുഖം കണ്ടെത്താൻ പറ്റും എന്ന് മാറ്റിവെക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ സുഖത്തിൻ്റെ ആ യഥാർത്ഥ രീതിയിൽ ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളെല്ലാവർക്കും കളിക്കുന്നത് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് കളിക്കുന്നത്? കളി രസമാകുന്നത്, സന്തോഷം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് സന്തോഷം കിട്ടുന്നത്? കളിയിൽ നമ്മളൊന്നും മാറ്റി വയ്ക്കുന്നില്ല. ആ മൊമെന്റിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേര് ചേർന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ദർ ഈസ് നോ പ്രോക്രാസ്റ്റിനേഷൻ. കളിയിൽ യാതൊരു വിധമായിട്ടുള്ള മാറ്റിവെക്കൽ പരിപാടികളോ അലസതയോ വരില്ല, ഊർജ്ജമായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് കളിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് കളിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കത്തില്ല, ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാനും പറ്റത്തില്ല. ഇപ്പൊ ഒന്ന് മേഘ നന്നായിട്ടൊന്നും ചിരിച്ചു നോക്കുമല്ലോ, ചിരിക്കുന്ന സമയത്ത് ചിന്ത ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ചിരിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ ചിന്തിക്കാത്ത ആളായിരിക്കും. അത് ഈ രണ്ട് രീതിയിൽ ചിരിയുണ്ട്. വളരെ ഓണസ്റ്റ്. അപ്പൊ മേഘയുടെ ചിരി ഓണസ്റ്റ് അല്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ ചിലരൊക്കെ അർത്ഥം വെച്ച് ചിരിക്കാന്ന് പറയും. ആ ചിരിയല്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്തു നോക്കൂ. ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്ത ഡിസപ്പിയർ ചെയ്യും. അതങ്ങ് സ്വിച്ച് ഓഫ് ആവും. അത് ചിരി ഒരു മെഡിറ്റേഷനാണ്. അപ്പൊ അവിടെ ആ ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ ചിന്തയുടെ അഭാവത്തിലാണ് സന്തോഷം വരുന്നത്. ഈ ആൾക്കാർ മദ്യപിക്കുന്നത് എന്തിനാണ്? സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് മദ്യപിക്കുന്നത്. ആ മദ്യപിക്കുന്ന സമയത്ത് ഇവരുടെ ചിന്തകള് കുറച്ചു നേരത്തേക്ക് സസ്പെൻഡ് ആവും.
അതെ, ആ ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര രസം വരുന്നു. ഇൻഹിബിഷൻസ് മാറും. ഇൻഹിബിഷൻ എല്ലാം ചിന്തകളിൽ നിന്നല്ലേ വരുന്നത്. ഞാൻ അയാളെക്കാൾ ചെറുതാണോ, ഞാൻ അയാളുടെ മുമ്പ് ഇപ്പം യോഗ്യതയുണ്ടോ, ഞാൻ പറഞ്ഞത് തെറ്റായി പോവോ, എൻ്റെ പിന്നെ അപ്പിയറൻസ് ശരിയാണോ, എന്നെക്കുറിച്ച് എന്തായിരിക്കും ധരിക്കുക, ഇങ്ങനെയുള്ള 100,000 കാര്യങ്ങളാണ് ഈ ഇൻഹിബിഷൻസിനെ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇതെല്ലാം ഈ ഡിപ്രഷന്റെ ഓരോരോ ചെറിയ ചെറിയ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ വലിയ മദ്യപാനികളാകുന്നത്? സംശയം എന്താ കരുതി? ചെറിയ മദ്യപാനികളും അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വരം എന്ന് പറയുന്നത് നല്ല ബോധത്തെ ഇരിക്കുക എന്നുള്ളതാണ്. ആ ബോധത്തിലും സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയും. ബോധത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ സെക്സ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്? അതിലും സന്തോഷം കിട്ടുന്നു. അതിൽ സന്തോഷമല്ല, അതിനകത്ത് ഒന്നും മാറ്റി വയ്ക്കുന്നില്ല, പോസ്റ്റ്പോൺമെന്റ് ഇല്ല. ദർ ഈസ് നോ ഫ്യൂച്ചർ ഇൻ സെക്സ് ഓൺലി ഇൻ പ്രസന്റ്. വർത്തമാനകാലത്തിൽ ആ നൗവില് മാത്രം നടക്കുന്ന പ്രക്രിയയാണ് സെക്സ്. അതുകൊണ്ട് നമ്മൾ ടോട്ടലി സസ്പെൻഡഡ് ആണ് ഫ്രം തോട്ട്സ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അത് എൻജോയ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ കളികൾ രസമാവുന്നത്, സെക്സ് രസം, ഇതെല്ലാം ടോട്ടലി. ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രസന്റിൽ വർത്തമാനത്തിൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് മനുഷ്യന്റെ. അതുകൊണ്ടാണ് ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ലിവ് ഇൻ ദ പ്രസന്റ്. യാതൊരു സംശയമില്ല കാര്യം. അത് വർത്തമാനത്തിൽ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഫ്യൂച്ചറിലേക്കുള്ള സന്തോഷമാണ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സേവ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വെക്കുക എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല. നമ്മള് ചൂരൽ മെല്ലകൾ കണ്ടതല്ലേ, തലയണയിൽ അടിക്കുന്നത് 4 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കും. സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. നമ്മൾ വേറെ ഒന്നും വേണ്ട, നമ്മുടെ കേരളത്തിലെ വീടുകളിലേക്ക് നോക്കിയാൽ മതി. വീടുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് ഒരു ക്ലാരിറ്റി വേണം. വീടിനാണ് ഏറ്റവും വലിയൊരു ക്ലാരിറ്റി വേണ്ടത്. നമ്മുടെ ഡിപ്രഷന്റെ ഏറ്റവും വലിയ ലക്ഷണം കാണാൻ നമ്മുടെ വീടുകളുടെ ഷേപ്പിലേക്ക് നോക്കിയാൽ മതി. കാരണം നമ്മൾ ആദ്യമേ ചിന്തിക്കണം, ഇത് നമ്മൾ വാസയോഗ്യമായ വീടാണോ നമുക്ക് ആവശ്യം, അതോ കാഴ്ച പ്രാധാന്യമുള്ള വീടാണോ ആവശ്യം? നമ്മൾ സിമ്പിൾ ഒരു വീട് വയ്ക്കുന്ന വ്യക്തി ചോദിച്ചു നോക്കിയാൽ മതി, വാസയോഗ്യമായ വീടാണോ ആവശ്യം, അതോ കാഴ്ച പ്രാധാന്യമുള്ള വീടാണോ? പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കോ സൂപ്പർ പാലുകാച്ചിന് ആൾക്കാരെ നമ്മൾ പലപ്പോഴും വീട് വയ്ക്കുന്ന സമയത്ത് പലരുടെയും മനസ്സിൽ പാലുകാച്ചിന് വിളിക്കുന്ന സമയത്ത് ഇന്നാരെയൊക്കെ വിളിച്ച് വരുത്തി എൻ്റെ വീട് കാണിക്കണം എന്നുള്ള സങ്കല്പം അതിനകത്താണ് സുഖിക്കുന്നത്. മറിച്ച് ഒരു വീട് വെച്ചിട്ട് ആ വീടിനകത്തുള്ള വായു സഞ്ചാരവും അതിൻ്റെ വീട് ജീവനുള്ളതായിരിക്കണം, വെളിച്ചം കയറണം, നമുക്ക് ചൂട് സമയത്ത് സമശീതോഷ്ണ അനുഭവമായിരിക്കണം, തണുപ്പ് സമയത്തും അതുപോലെ ആയിരിക്കണം, അതിനനുസൃതമായിട്ടുള്ള എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് വയ്ക്കേണ്ടത്, നമ്മുടെ ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണ്, ഏത് ദിശയിലുള്ള കാറ്റാണ്, അതിന് അറിയാവുന്ന ആൾക്കാരാര്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ നോക്കി നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് ആ വീട്ടിനകത്ത് നമുക്ക് അതിനാണ് ഹോം എന്ന് പറയുന്നത്. ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ സുഖമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഹോം എന്ന് പറയുന്നത്. ഈ ഫീൽ അറ്റ് ഹോം നമ്മൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ താമസിക്കാനും പറ്റും. മറിച്ച് അടുത്തവനെ ഞെട്ടിക്കണം എന്നുള്ള സാധനം, വന്ന് കയറുന്ന കാണുന്നവനെ ഈ വീടുകൾ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ കാഴ്ച പ്രാധാന്യമായിരിക്കും. പക്ഷേ അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ കംപ്ലീറ്റ് ടൈം AC ഇടണം, അതല്ല എന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ടാൽ പോലും ചൂട് സമയത്ത് ചൂട് കാറ്റ് വരും. ഈ ചൂട് കാറ്റ് വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒരു ദിവസം ഒരാൾ വീട്ടമ്മയോ അല്ലെങ്കിൽ വീട്ടച്ഛനോ കിടന്നുറങ്ങുന്നിരിക്കട്ടെ, ആ ഉറങ്ങുന്ന സമയത്ത് മുറിക്കകത്തൊക്കെ നല്ല പ്രഷർ കുക്കർ പോലെ ആയിരിക്കും ചിലപ്പോൾ ആ ചൂട്. ചില വീടുകൾ അതെ. അപ്പൊ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് വിയർത്തിട്ട് ഉച്ച സമയത്ത് കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ കാരണവർ ഇപ്പുറത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്, TV കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പം പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ചിലപ്പോൾ ഇങ്ങനെ ഈ വിയർത്ത് ആ ഉറക്കത്തിന്റെ അസ്വസ്ഥതയൊക്കെ കാരണം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വിയർപ്പൊക്കെ തുടച്ചായിരിക്കും വരുന്നത്. അപ്പോഴായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറയുന്നു. അത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ദേഷ്യം വരുന്നു. അത് പെട്ടെന്ന് അവരുടെ സംഭാഷണം മാറുന്നു. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരുന്നു. ചിലപ്പോൾ കൈയിരിക്കുന്ന റിമോട്ട് എടുത്തുമ്പോൾ TV-യിൽ എറിഞ്ഞെന്നിരിക്കും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കാര്യം കൊണ്ട്. അപ്പൊ അത് അപ്പോഴാണ് നമ്മൾ വീടിന്റെ വാസയോഗ്യമായ വീടിനെ സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ലിവിങ് റൂം എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാ സമയത്തും ഇപ്പം അത് നമ്മൾ ഒറ്റ കാര്യം നിശ്ചയിച്ചാൽ മതി.
നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വീട് വയ്ക്കുന്നതിൻ്റെ ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളൊരു രണ്ടുപേരും ആലോചിക്കുക, വാസയോഗ്യമായ വീടാണോ നമുക്ക് ആവശ്യം, അതോ കാഴ്ച പ്രാധാന്യമുള്ള വീടാണോ ആവശ്യം? ഈ കാഴ്ച പ്രാധാന്യമുള്ള വീട് വയ്ക്കുന്ന വ്യക്തികൾക്ക് നല്ല ഡിപ്രഷനുണ്ട്. കാര്യം അവർക്ക് ഫോക്കസ് അവർക്ക് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളതല്ല, മറ്റുള്ളവൻ്റെ മുമ്പിൽ നമ്മൾ സുഖമായിട്ട് വലിയ പത്രാസിൽ ജീവിക്കുന്നതായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അയാൾ അങ്ങനെ കാണുമ്പോൾ നമ്മളെക്കുറിച്ചൊരു ഭയങ്കര അസൂയ തോന്നും എന്നുള്ള തോന്നൽ ഓർത്ത് സുഖിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ കാഴ്ച പ്രാധാന്യമുള്ള വീട് വയ്ക്കുന്ന വ്യക്തികൾ. മറിച്ച് വാസയോഗ്യമായ വീട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ അംശവും ഇത് നമുക്ക് ഈ വീട്ടിൻ്റെ സുഖം എങ്ങനെയായിരിക്കണം അതായത് കോംപ്രമൈസ് ചെയ്യത്തില്ല. എന്നും കിടന്നാൽ ഉറക്കം വരുന്നൊരു വീട്, കിടന്നാൽ ഉറക്കം വരണം, പുറത്തുനിന്ന് ചൂട് സമയത്ത് കയറി വരുമ്പോൾ വീട്ടിനകത്തേക്ക് വരുമ്പോൾ ഒരു തണുപ്പ് വരണം, അത് വീട് നമ്മൾ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സുഖം വരും. വീടെന്ന് വെച്ചാൽ ഹോം എന്ന് പറഞ്ഞാൽ സുഖം എന്നർത്ഥം. അപ്പം ആ സുഖത്തിനാണോ ശ്രദ്ധ കൊടുക്കേണ്ടത്, അതോ മറ്റുള്ളവനെ വിരട്ടിയിട്ട് അവൻ വിരളുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. ചിലപ്പോ അവരത് മൈൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. മാത്രം ചിലപ്പോൾ അവൻ പറയുന്നത് ഇയാള് സർക്കാർ മറ്റേ ഇന്ന ആഫീസിൽ ഇരുന്ന് കൈക്കൂലി വാങ്ങിച്ചുണ്ടാക്കിയ ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ ഇതായിരിക്കും പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞതുപോലുള്ള ആ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ആ പറയുന്ന വ്യക്തി എന്തുകൊണ്ടാ പറയുന്നത്? അസൂയ കൊണ്ട് പറയുന്നതാണ്. ആ അസൂയ എന്ന് പറയുന്ന സംഗതിയും ഇതാണ്, നമ്മുടെ ഈ ഒരു വിഷാദത്തിൽ വരുന്ന സാധനമാണ്. വിഷാദമില്ലെങ്കിൽ അസൂയ വരത്തില്ല അല്ലേ? നമ്മളിലേക്ക് ഒന്ന് വ്യക്തിയിലേക്ക് മാത്രം അങ്ങനെ ചുരുങ്ങുമ്പോഴാണല്ലോ അസൂയ വരുന്നത്, ഇല്ലെങ്കിൽ വരില്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്നേഹം ഉണ്ടാവില്ല. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ ഒരു ഫ്ലോയാണ്, ഒഴുകേണ്ട സാധനമാണ്. അപ്പൊ ഇത്തരം ഈ വിഷാദത്തിന്റെ അല്ലെങ്കിൽ ഈ ഡിപ്രഷന്റെ സംഗതികളുണ്ടാകുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചില പറയുന്നത്, ഇപ്പം പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളിലേക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രണയം നീണ്ടുപോയി വിവാഹത്തിലേക്ക് കടന്ന് ഒരു വ്യക്തി കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടു. ആ വിവാഹം നടത്തിയതിലൊക്കെ ഞാൻ നിർണായകം പങ്കുവെച്ച വ്യക്തിയാണ്. അപ്പോഴവൾ എൻ്റെ അടുത്ത് പറയുകയാണ്, എടാ നിനക്കറിയില്ലേ ഞാൻ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഈ പറഞ്ഞ വിഷാദത്തിൽ നിന്ന് സംഭവിക്കുന്ന ഓരോരോ എന്താ പറയുക നമ്മുടെ ധാരണകളിൽ നിന്നും ഈ ഒന്നാമത് നമ്മൾ ആശയങ്ങളെ പ്രണയിക്കും കയറി. നമ്മൾ ശരിക്കും മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹമല്ല, നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയോട് സ്നേഹിക്കുകയാണ്. ഞാൻ അവനെ ഇന്നത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മറ്റേത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംഗതി ഒരു ലാഭനഷ്ട കണക്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹം നമ്മളുടെ ഒരു ചെയ്തിയോടുള്ള സ്നേഹമാണ് മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ തൃപ്തിയില്ലായ്മ റിലേഷൻഷിപ്പിനെയും ബാധിക്കാറില്ലേ? ഒരു റിലേഷൻഷിപ്പിൽ തൃപ്തി ഇല്ലാതെയാകുന്നു, അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, അവിടെയും അത് തന്നെ അവസ്ഥ. അത് തന്നെയല്ലേ? തൃപ്തിയില്ലാത്ത വ്യക്തികൾ എത്ര റിലേഷൻഷിപ്പ് മാറിയാലും കാര്യമില്ല. അപ്പം അത് അവരുടെ ഫ്യൂച്ചറിലാണ് കാണുന്ന സംഗതി. ഇപ്പം പിന്നെ ഈ ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ, അപ്പം ഞാനൊക്കെ ലേറ്റ് 80s ഞങ്ങളൊക്കെ വിവാഹപ്രായമാകുന്നത് കല്യാണം കഴിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു 10-15 വർഷം മുമ്പുള്ള ജനറേഷൻ മുതൽ കേരളത്തിലൊരു സംഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോലിയുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കും. അതുവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു 60കളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് ജോലി വേണം എന്ന് ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 70കൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ ജോലിയുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ച് ജീവിതം ഭദ്രമാക്കുക. അതുപോലെ സ്ത്രീകളത് തന്നെയാണ് നോക്കുന്നത്. ജോലിയുള്ളൊരു ഭർത്താവിനെ കല്യാണം കഴിക്കുക, ഒരു ഇൻഡിപെൻഡൻറ്റ് വീട് സംഘടിപ്പിക്കുക, അക്കാലത്തൊക്കെ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുക, അതൊക്കെയായിരുന്നു പരിപാടികൾ. അപ്പോൾ ഈ കല്യാണം കഴിക്കുന്നത് 2 ജോലികൾ തമ്മിലാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ജോലി കിട്ടുന്നു, ജോലി കിട്ടുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വേറൊരു യുവതിയുണ്ട് അല്ലെങ്കിൽ യുവാവുണ്ട്. അപ്പം മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പ്രപ്പോസലൊക്കെ വയ്ക്കുന്നു, നോക്കുമ്പോൾ ജോലിയൊക്കെ ഉണ്ട്. ആദ്യമേ ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. വിശേഷിച്ചും ആണുങ്ങളെ സംബന്ധിച്ചിട്ട് ഈ 70കളിലും 80കളിലൊക്കെ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അപ്പോൾ ജോലിയുള്ള പെണ്ണെ കിട്ടിയാൽ സാമ്പത്തികമായ ഭദ്രതയായപ്പോൾ സൂഹിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കല്യാണമൊക്കെ കഴിയും, ജോലി ഉണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും.
പക്ഷെ ജീവിക്കുന്നത് ഈ ആണും പെണ്ണും തമ്മിലാണ് ജീവിക്കുന്നത്.